ഹലോ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന നാടൻ ചിക്കൻ കറിയാണ്. അതിന് 3 സബോള, 2 തക്കാളി, കുറച്ച് വെളുത്തുള്ളി, കരിവേപ്പില, മല്ലിയില, കുറച്ച് ഇഞ്ചി, ഇതൊക്കെയാണ് ആവശ്യം. നമുക്ക് ചീഞ്ചട്ടി അടുപ്പിലേക്ക് വെക്കാം. അതിനുശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒഴിച്ചതിന് ശേഷം നമുക്ക് അതിൽ കറുകപ്പട്ട, 2 കറുകപ്പട്ട, 3 ഗ്രാമ്പു, 3 ഏലക്കായ ഇടാം. അതിനുശേഷം നമ്മൾ കുറച്ച് പെരിഞ്ജീരകം ഇടാം. അത് പെരിഞ്ജീരകം പൊട്ടിയ ശേഷം നമുക്ക് അതിലേക്ക് സബോള ആഡ് ചെയ്യാം. ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് നാടൻ ചിക്കൻ കറി. പെരിഞ്ജീരകമൊക്കെ പൊട്ടിയിട്ടായിരിക്കും സബോള ആഡ് ചെയ്യുക. സബോള ആഡ് ചെയ്ത കുറച്ച് ഉപ്പിട്ടിട്ട് ഇളക്കാം. അപ്പോൾ ബ്രൗൺ കളർ ആകുമ്പോൾ അതിനുശേഷം നമുക്ക് അതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം. തക്കാളി ഒന്ന് ശരിക്കും നന്നായി വെന്ത ശേഷം ഇഞ്ചിയും വെളുത്തും എല്ലാം കൂടി ഇട്ട് ആ പച്ചക്കുത്ത് മാറുന്ന വരെ ഇളക്കി തക്കാളി ഉടയുന്ന വരെ ആക്കാം. ശേഷം 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് ചിക്കൻ മസാല, കുറച്ച് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് തന്നെ ആ പച്ചക്കുത്ത് മാറുന്ന വരെ ഇളക്കാം. ഇത് വലിയവർക്കും കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് നാടൻ ചിക്കൻ കറി. ഈ പച്ചക്കുത്തൊക്കെ മാറിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ മാറ്റി വെച്ച ചിക്കൻ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. കുറച്ച് കുരുമുളക് പൊടിയും നമുക്ക് ഇതിലേക്ക് എരിവിന് വേണ്ടി കുരുമുളക് പൊടിയും ഇടാം. ഇനി ഒന്നും കൂടി ഇളക്കിയ ശേഷം നമ്മൾ മാറ്റി വെച്ച ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും ചിക്കൻ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇളക്കി കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ച ശേഷം നമ്മുടെ നാടൻ ചിക്കൻ കറി ആയിട്ടുണ്ട്. ഇത് വീട്ടിലെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് നല്ല രുചിയേറിയ നാടൻ ചിക്കൻ കറിയാണ് നമുക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോസുമായി കാണാം.